കൊല്ലം അഞ്ചലിൽ വ്യാജ ലോട്ടറി ടിക്കറ്റ് ഉപയോഗിച്ച് ലോട്ടറി തൊഴിലാളിയെ കബളിപ്പിച്ചതായി പരാതി. അഞ്ചലിൽ കാൽനടയായി ലോട്ടറി കച്ചവടം നടത്തുന്ന അബ്ദുള്ളയാണ് തട്ടിപ്പിന് ഇരയായത്. ജീവിക്കാൻ മറ്റൊരു മാർഗവും ഇല്ലാതെ വരുമ്പോഴാണ് മിക്കവരും ലോട്ടറി കച്ചവടത്തിന് ഇറങ്ങുന്നത്. ദിവസവും കിലോമീറ്ററുകൾ നടന്ന് ഒന്നോ രണ്ടോ ടിക്കറ്റുകൾ വിറ്റാൽ തന്നെയായി. അങ്ങനെ ഒരാളാണ് കൊല്ലം അഞ്ചലിൽ ലോട്ടറി കച്ചവടം നടത്തുന്ന അബ്ദുള്ള. വ്യാജ നമ്പർ പതിച്ചുള്ള ലോട്ടറി ടിക്കറ്റുകൾ നൽകി അപരിചിതന് നടത്തിയ തട്ടിപ്പിൽ അബ്ദുള്ളയ്ക്ക് നഷ്ടമായത് 4000 രൂപ. എനിക്ക് കടയിൽ വന്നിട്ട് ടിക്കറ്റ് എല്ലാം എടുത്തിട്ട് എനിക്ക് വീണ്ടും പൈസ ഇല്ലെന്ന് പറഞ്ഞിട്ട് കേട്ടില്ല. ടിക്കറ്റ് കീറി തന്നിട്ട് പറഞ്ഞ അണ്ണാ ഇത് എങ്ങനെയാലും എടുത്ത് ബാക്കി ഞാൻ കടയിൽ കൊണ്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് പോയത്. അങ്ങനെ അവസ്ഥ വന്നതാ എനിക്ക്. ഇതല്ലെങ്കിൽ ആക്ച്വലി പൈസ അമൗണ്ട് മേടിക്കാത്തവളാണ്. 2 ടിക്കറ്റിന് 2000 രൂപ വീതം സമ്മാനം ലഭിച്ചു എന്ന വ്യാജേനയാണ് സ്കൂട്ടറിൽ ഹെൽമെറ്റ് ധരിച്ചെത്തിയാൽ അബ്ദുള്ളയെ കബളിപ്പിച്ചത്. സമ്മാനം കിട്ടിയ ടിക്കറ്റിന് പകരം 3000 രൂപയുടെ ലോട്ടറി ടിക്കറ്റും 1000 രൂപ തുകയായും വാങ്ങി തട്ടിപ്പുകാരൻ സ്ഥലം വിട്ടു. ഏജന്റിന്റെ അടുത്തെത്തി ടിക്കറ്റ് പരിശോധിച്ചപ്പോഴാണ് വ്യാജമാണെന്ന് മനസ്സിലായത്. കാരനോടെ 2 ലോട്ടറി ടിക്കറ്റുകളിൽ സമ്മാനം ലഭിച്ച നമ്പർ വെട്ടിയൊട്ടിച്ചാണ് തട്ടിപ്പ് നടത്തിയത്. നമ്മുടെ കടയിൽ ടിക്കറ്റ് എടുക്കുന്ന കച്ചവടക്കാർ അബ്ദുള്ള എന്ന് പറഞ്ഞ് കോളേജിൽ കച്ചവടം ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരു 4000 രൂപയുടെ പ്രൈസ് ടിക്കറ്റ് കൊണ്ടുകൊടുത്ത് അവരെ പറ്റിക്കുന്നു. അതെന്തോ സംഭവം എന്ന് വെച്ചാൽ ഈ ടിക്കറ്റിനകത്ത് നമ്പറെല്ലാം എഴുതി വെട്ടി ഒട്ടിച്ചേക്കുക. അത് നമ്മൾ പേപ്പറിനകത്ത് നോക്കിയാൽ പ്രൈസ് ഉണ്ടെന്ന് അറിയാം, പക്ഷേ അത് നമ്മൾ കമ്പ്യൂട്ടറിനകത്തോ മൊബൈലിനകത്തോ നോക്കി കഴിഞ്ഞാൽ അത് പ്രൈസ് ഇല്ലെന്നാണ്. അങ്ങനെ ഇങ്ങനെ ഓരോ പാവപ്പെട്ട ആൾക്കാരെ പറ്റിച്ച് ജീവിക്കുന്ന അവന് നന്നാവുമോ നമുക്കറിയത്തില്ല. ഇങ്ങനെ ഓരോരോ ആൾക്കാരെ പഠിച്ചുകൊണ്ട് പോകുന്നത് എന്തിനാണെന്ന് നമുക്ക് അറിയത്തില്ല. ഇതിനു മുൻപും അഞ്ചലിൽ സമാനമായ രീതിയിൽ ലോട്ടറി തട്ടിപ്പ് നടന്നിട്ടുണ്ട്. തട്ടിപ്പ് നടത്തിയ ആളെ കണ്ടാൽ തിരിച്ചറിയാൻ കഴിയുമെന്നാണ് അബ്ദുള്ള പറയുന്നത്. ജനം, കൊല്ലം.